സെറിബ്രൽ പാൾസി എന്ന അസുഖം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഉള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ പുനരധിവാസം, അത് റീഹാബിലിറ്റേഷനാണ്. അതൊരു കോംപ്രിഹെൻസീവ് റീഹാബിലിറ്റേഷനാണ് സെറിബ്രൽ പാൾസിയുടെ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ മനസ്സിലാക്കണം, ബ്രെയിനുണ്ടായിരിക്കുന്ന ക്ഷതം കാരണമാണ് ഈ കുഞ്ഞിന് ചലന വൈകല്യം വന്നിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഒരു കോംപ്രിഹെൻസീവ് സമ്പൂർണ്ണ പുനരധിവാസ ചികിത്സയിലൂടെ ഇവർക്ക് നോർമൽ ലൈഫ് മിക്കവാറും കുട്ടികൾക്ക് തന്നെ സാധ്യമാകാം. അതിന് നമുക്കൊരു കോംപ്രിഹെൻസീവ് റീഹാബ് ടീം തന്നെ വേണം. ആ റീഹാബ് ടീമിൽ മെഡിക്കൽ ഡോക്ടേഴ്സുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സപ്പോർട്ടീവ് ടീമുണ്ട്. അപ്പോൾ ഒരു കോംപ്രിഹെൻസീവ് റീഹാബ് ടീമിനെ നയിക്കുന്നത് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള, അതായത് MBBS കഴിഞ്ഞിട്ട് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ഡോക്ടർമാർ, അവരെ നമ്മൾ ഫിസിയാട്രിസ്റ്റ് അല്ലെങ്കിൽ റീഹാബ് ഫിസീഷ്യൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ഈ റീഹാബ് ടീം ഉള്ളത്. ഈ റീഹാബ് ടീമിൽ മറ്റ് മെഡിക്കൽ സ്പെഷ്യലിസ്റ്റായ ചിലപ്പോൾ ഓർത്തോപീഡീഷ്യൻസ്, ന്യൂറോളജിസ്റ്റ് എന്നിവരും ചിലപ്പോൾ ഉണ്ടാവാം. പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് റീഹാബ് നേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, പ്രോസ്തറ്റിസ്റ്റ്, ഓർത്തോട്ടിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്, അങ്ങനെ ഒരു ടീം തന്നെ റീഹാബ് ടീമിലുണ്ട്. അപ്പോൾ നമുക്ക് റീഹാബ് ടീം ലീഡറായ ഫിസിയാട്രിസ്റ്റിന് എന്തൊക്കെയാണ് ഇതിൽ റോള് എന്ന് നമുക്ക് നോക്കാം. റീഹാബ് ഫിസീഷ്യൻ ഈ വരുന്ന കുട്ടിയെ കറക്റ്റ് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യുകയും ആ കുട്ടിയുടെ റിക്കവറി പൊട്ടൻഷ്യൽ എത്രയുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ആ റിക്കവറി പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട് ഈ കുട്ടിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഗോൾ സെറ്റ് ചെയ്യുന്നു. ഈ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പല ചിലപ്പോൾ തെറാപ്പികൾ വേണ്ടി വരാം, ചിലപ്പോൾ മെഡിസിൻസ് വേണ്ടി വരാം, അവർക്ക് സർജറി വേണ്ടി വരാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ എക്സർസൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണം. അതുപോലെ ചിലപ്പോൾ ഒക്കുപേഷണൽ തെറാപ്പി അവർക്ക് ഹാൻഡ് ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വേണം. ചിലപ്പോൾ ഇവർക്ക് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഒരു കെയർ കൊടുക്കേണ്ടി വരാം, അവർക്കും അവരുടെ ഫാമിലിയിലും. അതുപോലെ അവർക്ക് ഒരു സ്പീച്ച് പത്തോളജിസ്റ്റിൻ്റെ ആവശ്യം വരാം. ഇവർക്ക് റീഹാബ് സർജറീസ് ചിലപ്പോൾ വേണ്ടി വരാം. അവർക്ക് നടത്തം ഇമ്പ്രൂവ് ചെയ്യുവാനും അവരുടെ പെരിനിയൽ ഹൈജീൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സർജറി. ഇതെല്ലാം നമുക്ക് ഒരു ഫിസിയാട്രിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ചെയ്യാൻ പറ്റുന്ന